അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ല എന്ന് വൈസ് പ്രസിഡന്റായി സ്ഥാനാർത്ഥിയായിരുന്ന അതുവരെ വൈസ് പ്രസിഡന്റായിരുന്ന കമല ഹാരിസിനെ പിന്താങ്ങുന്നുവെന്നും ജോ ബൈഡൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം തുടക്കം മുതൽ തന്നെ കഴിഞ്ഞ ജൂണിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സംവാദത്തിൽ ബൈഡന് നാക്കുപിഴ പലവട്ടമുണ്ടായി. അദ്ദേഹത്തിന്റെ ആരോഗ്യം സംബന്ധിച്ച് ഒട്ടനവധി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ബോഡി സ്റ്റെപ്പുകൾ കയറുന്നതൊക്കെ നമ്മൾ ധാരാളമായി കണ്ടിരുന്നു. പക്ഷെ ഇത്തവണ അതൊന്നും നമ്മൾ കണ്ടില്ല. മാത്രവുമല്ല, പലപ്പോഴും അദ്ദേഹത്തിന് ട്രംപിന് നേർക്കുനേർ നിന്ന് ഉത്തരം പറയുന്നതിൽ വീഴ്ചകൾ ഉണ്ടായതായി കണ്ടു. അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയെ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ അമേരിക്കയിൽ ട്രംപ് ഭരണം വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർ കൃത്യമായും ജോ ബൈഡനോട് ഉപദേശങ്ങൾ നൽകി. ആ നൽകിയവരിൽ മുൻ പ്രസിഡന്റ് ബറക് ഒബാമയുണ്ടായിരുന്നു. അതുപോലെ ദീർഘകാലം അമേരിക്കൻ സെനറ്റിന്റെ സ്പീക്കറായിരുന്ന നാൻസി പെലോസിയോ എന്ന് പറയുന്ന വളരെ സ്വീകാര്യയായ ഡെമോക്രാറ്റിക് നേതാവ് ഉണ്ടായിരുന്നു. മറ്റ് നിരവധി ആളുകൾ, വ്യവസായികളടക്കം, ചില കമ്പനികൾ ഇവർക്ക് നൽകുന്ന സംഭാവന വരെ നിർത്തിവെക്കേണ്ടി വരും എന്ന രൂപത്തിൽ ഭീഷണി മുഴക്കിയിരുന്നു. സ്പോൺസർമാർ, അവിടെ സ്പോൺസർമാർ വളരെ നിർണായകമാണ്. സ്പോൺസർമാരാണ് യഥാർത്ഥത്തിൽ അവർ ഫണ്ട് നൽകിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുമ്പോട്ട് പോയിട്ട് വലിയ സമ്മർദ്ദമുണ്ടായി. എന്നിട്ടും ബൈഡൻ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. ട്രംപിനേക്കാൾ പ്രായ കൂടുതലുള്ള ആളാണ് ബൈഡൻ, 3-4 വയസ്സ് കൂടുതലുണ്ട്. അതുകൊണ്ട് ട്രംപിന് ഒരു അഡ്വാൻറ്റേജ് പ്രായം കൊണ്ടുണ്ടാകും എന്നൊരു തോന്നലുണ്ടായി. അതിനിടയിൽ 2 സംഭവങ്ങളുണ്ടായി. ഒന്ന്, ട്രംപിന് വെടിയേറ്റു. ട്രംപിനെ ആരോ വെടിവെച്ചു. അത് ആരാ വെടിവെച്ചതെന്ന് ഇപ്പോഴും അറിയില്ല. അയാളെ കൊന്നു, അയാൾ കൊല്ലപ്പെട്ടു. അതിന്റെ വിശദാംശങ്ങളൊന്നും ഇപ്പോഴും അറിയില്ല. FBI-യും CIA-യും ഒക്കെ വെറുതെ കിടന്ന് അന്വേഷിക്കുകയാണ്, ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അമേരിക്ക പോലൊരു രാജ്യത്ത് പോലും ഇത്ര പരസ്യമായ ഒരു വെടിവെപ്പ് നടന്നാൽ അതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ ഇത്രയും കാലം എടുക്കുമെങ്കിൽ പിന്നെ നമ്മുടെ രാജ്യത്തെ കാര്യമൊക്കെ പറയാൻ. ഏതായാലും അത് ട്രംപ് രക്ഷപ്പെട്ടു. തന്റെ മുറിവുമായി, ചെവിക്ക് മുകളിലുള്ള മുറിവുമായി ട്രംപ് പ്രചരണത്തിന് ഇറങ്ങിയത് വലിയ തോതിൽ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു വികാരം ഉണ്ടാക്കിയെന്ന് കണക്കാക്കപ്പെടുന്നു. ഇതേ സമയത്ത് തന്നെയാണ് രണ്ടാമത്തെ സംഭവം, ജോ ബൈഡന് കോവിഡ് ബാധിച്ചു എന്ന വാർത്ത വരും. ജോ ബൈഡന് കോവിഡ് ബാധിക്കുകയും ജോ ബൈഡൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരികയും ഈ കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കോവിഡ് മാറിയാൽ ഞാൻ വീണ്ടും വരുമെന്നാണ്. ഒന്നിലേറെ പ്രാവശ്യം കോവിഡ് വന്നു, ബാധ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കറിയില്ല. പക്ഷെ ഏറ്റവും ഒടുവിൽ ജോ ബൈഡൻ പിന്മാറാൻ തീരുമാനിച്ചു എന്ന വാർത്ത നമുക്ക് ഇന്നലെ ആണ് കിട്ടിയത്. ജോ ബൈഡൻ പിന്മാറുന്നു എന്നത് അമേരിക്കയിലെ ഡെമോക്രാറ്റുകൾക്ക് മാത്രമല്ല, ലോകമെങ്ങുമുള്ള മനുഷ്യസ്നേഹികൾക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം ജോ ബൈഡൻ ദുർബലമായിരിക്കുകയും ആ ദുർബലനായ അദ്ദേഹം ട്രംപിനോട് തോൽക്കുകയും ചെയ്താൽ, ട്രംപ് വീണ്ടും ഒരിക്കൽ ചരിത്രപരമായി ഒരിക്കൽ തോറ്റ ആൾ വീണ്ടും തിരിച്ചു വരുന്ന അപൂർവമായ സന്ദർഭത്തിൽ ട്രംപ് തിരിച്ചു വരികയും ചെയ്താൽ അത് ലോകത്തിന് തന്നെ ഭീഷണിയാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും. കാരണം ട്രംപിന്റെ നയങ്ങൾ അങ്ങനെ, അത് ഫലസ്തീൻ വിഷയം മുതൽ ഉക്രൈൻ വിഷയമടക്കം എല്ലാ വിഷയത്തിലും ആക്രമണാത്മകമായ നയമാണ്, തീർത്തും പിന്തിരിപ്പനായ നയമാണ്. അമേരിക്കയിലെ സാധാരണക്കാർക്ക് പോലും ആ നയങ്ങളോടും യോജിപ്പില്ല. കാരണം അവരുടെ പെൻഷൻ, മെഡിക്കൽ എല്ലാം അതിൽ വലിയൊരു തർക്കമായിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ അധികാരത്തിൽ വരിക എന്നുള്ളത് അമേരിക്കയിലെ തൊഴിലാളികൾക്ക്, പാവപ്പെട്ട മനുഷ്യർക്ക്, അന്യ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയവർക്ക്, പ്രത്യേകിച്ചും ആഫ്രിക്കയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും കുടിയേറിയ വലിയൊരു വിഭാഗം അവിടെയുണ്ട്. ഇവർക്കൊക്കെ വലിയ ഭീഷണിയാണ്. മാത്രമല്ല, ട്രംപ് ഇത്തവണ അല്പം വ്യത്യാസമായി അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റായ ഒരു സ്ഥാനാർത്ഥിയെ നിയമിച്ചത് അതൊരു ഇന്ത്യക്കാരിയുടെ ഭർത്താവാണ്. അതൊരു എനിക്ക് തോന്നുന്നു കമല ഹാരിസുമായി മാച്ച് ചെയ്യാൻ എന്തോ ഒരു ശ്രമമാണ് അവിടെ നടത്തിയത്. ഏതായാലും ഇപ്പോൾ ആ കണക്കൊക്കെ തെറ്റിയിരിക്കുന്നു. കമല ഹാരിസ് ആണ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡെമോക്രാറ്റിക് പാർട്ടി അവതരിപ്പിക്കുന്നതെങ്കിൽ വലിയ തോതിലുള്ള പിന്തുണ പാർട്ടിയിൽ നിന്ന് കിട്ടും എന്ന് ഏതാണ്ട് ഉറപ്പായി. ഒരുപക്ഷെ ഇതിനേക്കാൾ മെച്ചമാകുമായിരുന്നു ഒബാമയുടെ ഭാര്യ എന്ന ഒരു ചോദ്യമുണ്ട്, എന്നൊരു സംശയമുണ്ട്. പക്ഷെ അവർ മത്സരിക്കാൻ തീരെ തയ്യാറല്ല. അവർ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും അതുകൊണ്ട് ഇനി ഞാനിതിലില്ല എന്ന് പറയുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ
കമല ഹാരിസ് തന്നെയായിരിക്കും ഡെമോക്രാറ്റിക് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥി എന്നത് നമുക്ക് ഏതാണ്ട് ഉറപ്പായി. ഈ ഘട്ടത്തിൽ കമല ഹാരിസ് വേഴ്സസ് ഡൊണാൾഡ് ട്രംപ് എന്ന വലിയ മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഈ മത്സരത്തെ ബാധിക്കുന്ന നിരവധി ഘടകങ്ങൾ. കമല ഹാരിസ് നമ്മൾ ഇന്ത്യൻ വംശജ എന്ന് പറയുമ്പോഴും അവരുടെ അമ്മ ചെന്നൈയിൽ ഉള്ള തമിഴ്നാട്ടിലുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ അച്ഛൻ ജമൈക്കക്കാരനാണ്. ഇങ്ങനെയുള്ള വലിയ മിക്സ് ഉണ്ട്. എന്നുവെച്ചാൽ ഒരു വെസ്റ്റ് ഇന്ത്യൻ ഒരു വശത്ത്, മറുവശത്ത് ഇന്ത്യൻ, ഇതെല്ലാം ചേർന്ന കമല ഹാരിസ്. കമല ഹാരിസിന് അവിടെ നല്ല സ്വീകാര്യതയുണ്ട് എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ആ അർത്ഥത്തിൽ കമല ഹാരിസിന് ഡെമോക്രാറ്റുകളുടെ പിന്തുണ കിട്ടുകയും വലിയ തോതിൽ ഈ പറഞ്ഞതുപോലെ ഡെമോക്രസി ആഗ്രഹിക്കുന്ന ആളുകൾ, ട്രംപ് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ പിന്തുണ കിട്ടുകയും ചെയ്താൽ അവിടെ കമല ഹാരിസിന് വിജയ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇനി പറയാൻ പറ്റില്ല, കാരണം ട്രംപ് ഏതറ്റം വരെയും ഏത് തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ പറ്റിയ ഒരാളാണ്. അങ്ങനെ അടവുകൾ പലതും പയറ്റിയതാണ്. കഴിഞ്ഞ തവണ തന്നെ ട്രംപ് ജയിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ, ട്രംപിന്റെ പേരിൽ തന്നെ നിരവധി പരാതികളും കേസുകളും കോടതികളും ഒക്കെ. ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ഫലത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. കാരണം കമല ഹാരിസ് വിജയിക്കുകയാണെങ്കിൽ അത് അവരുടെ നയങ്ങൾ അമേരിക്കയ്ക്ക് അകത്തും പുറത്തും ഗുണകരമായിരിക്കും മനുഷ്യരാശിക്ക് പോലും എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കും.